എന്റെ അമ്മേ. ആ ഇൻസ്പെക്ടറെ കണ്ടിട്ട് പേടിയാവണം. ഉരുട്ടോ വല്ലതും ചെയ്യോ അടച്ചോനെ? ഉരുട്ടാനാണെങ്കിൽ നേരത്തെ ഉരുട്ടാന്. നീ ചുമ്മാ ഒരു തന്നെ നിപ്പ് കണ്ടില്ലേ? ഇവിടെ സ്ഥിരതാമസമാക്കിയാ കൊള്ളാന്നുള്ള മട്ട. കവിത അച്ചടിച്ചു വന്നപ്പ അവന്റെ വയറ് നിറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ടാന്ന്. ഇപ്പൊ അനുഭവിച്ചോ? പാപ്പാടെ മുഖത്തിന് എങ്ങനെ നോക്കും? നമ്മൾ എവിടെയായിരുന്നു ചോദിച്ചാൽ എന്തെന്ന് പറയും? വെളിക്കിരിക്കാൻ പോയതാണെന്ന് പറയണം. ഒരു രാത്രി മുഴുവനുമാ. ഓ, ഒരു മരമണ്ടൻ. നാളെ വീട്ടിൽ ചെല്ലുമ്പോ അമ്മയോട് എന്ത് പറയും? അമ്മ ആകെ വിഷമിക്കുന്നുണ്ടാവും. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? നിങ്ങൾ മൂന്നാളും കൂടി ഇങ്ങനെ കുശൂചിക്കാണ്ട് എന്നോടും കൂടെ പറയാടാ. എവിടെയായിരുന്നു ഇതുവരെ? ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. ഉണ്ണിയുടെ കവിത പ്രസിദ്ധീകരിച്ചു. പത്രമാഫീസിൽ ചെന്നപ്പോ ഉണ്ണിക്ക് അവർ സ്വീകരണം കൊടുത്തു. അതാ ഇന്നലെ വരാൻ പറ്റാഞ്ഞത്. ആണോ മോനെ? അതെ പാപ്പ, എന്തൊരു സ്വീകരണമായിരുന്നു. പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയല്ലേ അവര് ഞങ്ങളെ സ്വീകരിച്ചത്. രാത്രിയിൽ നിങ്ങൾ എവിടെ കഴിഞ്ഞ്? രാത്രിയില് കമ്പി വഴിയുള്ള വലിയ തറവാട്ടിലെ ഞങ്ങളെ കിടത്തിയിരുന്നത്. കാവലിലൊക്കെ പോലീസുകാരായിരുന്നു പാപ്പ. പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല. ഭയങ്കര കൊതു അല്ല ഹരി? അതെ അതെ, ഇവനിങ്ങനെ ഒരു അംഗീകാരം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല. വീട്ടിലേക്ക് വാ, അപ്പൊ കാത്തിരിക്ക. കട്ടതെങ്ങനെ കണക്കറിയാനല്ലേ? വന്നാലും പോയാലും 100 തേങ്ങ. അതിന്റെ കാശ് ഞമ്മള് തന്നോളാം. താ പോടോ. എന്നാലും ഞമ്മടെ മോനിങ്ങനെ സ്വീകരണം കിട്ടിയല്ലോ. മോൻ വാ. വാപ്പ നീ എവിടെ ഇരുന്നോ, ഞാനൊരു രസം ഒപ്പിക്കാം. പാടാ ഉണ്ണി. ചെല്ല്. എന്തിനാ? നീ അവിടെ തളർന്നു നിന്നോണം. വാ. ഡോക്ടറെ, ദൈവന് 2-3 ദിവസമായിട്ട് ഒരു തളർച്ചയും കൈകാല് കഴപ്പും. അല്ല, എനിക്കും ഇടക്കിടയ്ക്ക് അസുഖമുണ്ട്. എന്താ അസുഖം എന്ന് പറഞ്ഞത്? കൈകാൽ കഴപ്പും തളർച്ചയും അല്ലേ? ആ, വിശപ്പില്ലായ്മയുണ്ടോ? ആഹാരത്തിനോട് ഒരു അരുചി ഉണ്ടോടാ? ഉണ്ട്. ഉണ്ട്. ആ, അതിന് ന്യൂറോബയോൺ ഇഞ്ചക്ഷൻ എടുത്താൽ മതി, മാറിക്കോളും. നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകാറുള്ള ഒരു തരം രോഗമാണിത്. മലയാളത്തിൽ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയും. എന്റെ വ്യാകുല മാതാവേ, എവന്റെയൊക്കെ അസുഖം ഇതായിരുന്നല്ലേ? എനിക്കത് പോയില്ല കുഞ്ഞെ. എടാ എടാ, അമ്മയുടെ മുലപ്പാലിന് ഉപ്പ് നോക്കാൻ നടക്കുന്നു അലവലാദികള്. പോയിടാ അവിടുന്ന്. ആഹാ. എവിടെ പോയി കിടക്കുക? മോളിക്കുട്ടി, എടി മോളിക്കുട്ടി. എന്താ അമ്മേ നീ അവിടെ എന്നാണ് കടി? ഞാൻ കുളിക്കുക. ഒന്നിങ്ങോട്ട് വന്നേടി പെണ്ണേ. വരുന്നമ്മേ. പോട്ടെ. എടാ കരണ, നീ ഈ അന്തിച്ചത്ത് 5 മണിക്ക് എത്തിപ്പോയതല്ലേ? പിന്നെ ഈ 6 മണി നേരത്ത് വീണ്ടും എന്താ ഒരു ചെത്ത്? ഫസ്റ്റ് ചെത്തിന് കല്ലിങ്ങോട്ട് വരണ്ടേ? എത്ര പ്രാവശ്യം മണ്ടയിലിട്ട് അടിച്ചാൽ ആ ഓരോ തുള്ളി വീണ് കിട്ടുകയെന്നറിയാവോ? അതെ അതെ, നിനക്ക് തെങ്ങിന്റെ മുകളിൽ കയറുന്ന പരിസരത്തുള്ള പെമ്പിള്ളേര് ഒക്കെ കാണാനല്ലേ? പഴയ സ്റ്റൈലിലുള്ള ചെത്തുമായിട്ട് നടന്നാൽ സമയം എത്ര എടുക്കുന്നറിയാവോ? ചെത്ത് കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള ഒരു ആലോചനയിലാണ് ഞങ്ങളിപ്പോൾ. എന്താ ആലോചനയാലും ശരി, തോന്നിയ ദിവസം കാട്ടിയാലുണ്ടല്ലോ കുരിയാപ്പിളുടെ കൈ നിന്റെ പുറത്തിരിക്കും. ഈ വിവരമില്ലാത്ത ചേട്ടനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കമ്പോ
കമ്പൂർ ഓ എന്തോ കുഴപ്പമുള്ള സംഗതിയാ വേണ്ട നമുക്ക് വേണ്ട. ആ സാറിനോട് മുതലാളി ബംഗ്ലാവിലേക്ക് വരാൻ പറഞ്ഞു. എഴുന്നേക്കടോ. ഡേ എന്താടാ സാറ് പറഞ്ഞു കേട്ടില്ലേ? നീ എന്താടാ കുർബാന കാണുക? എഴുതേക്കടാ. അവനോടല്ല, തന്നോടാ. സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. താനാരാ? ഹോം മിനിസ്റ്ററോ? അല്ല സാർ, ഞാൻ കുര്യാപ്പള്ളി കുര്യാക്കോസ്. സാറൊരു തമാശക്കാരനാണല്ലോ. കുരിയാപ്പള്ളി ആയാലും നായരമ്പലമായാലും ഇങ്ങനെ ഈ ബന്ധുവിട്ട് ചെല്ലുന്ന പോലെ ഓടിക്കേറി വന്നിരിക്കാൻ വേണ്ടിയല്ല ഈ കസേര ഇട്ടിരിക്കുന്നത്. കുട്ടപ്പ സാറുള്ളപ്പോ കുട്ടപ്പൻ സാറ് പോയ വിവരം അറിഞ്ഞില്ല അല്ലേ? താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സാറിന് ബംഗ്ലാവിലേക്ക് മുതലാളി. ഏത് മുതലാളി? ഇവിടെ ഒറ്റ മുതലാളിയേ ഉള്ളൂ, പണിക്കര് മുതലാളി. ആ, എന്നെ കാണണമെന്ന് തന്റെ മുതലാളിക്ക് എത്ര വലിയ നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരു 5 മണിയിൽ ഇവിടെ തന്നെ കാണും. അയ്യോ സാറേ, ഇവിടുത്തെ കീഴ്വഴക്കം. പുതിയതായി വരുന്ന എസ് ഐമാർ മുതലാളിയെ ചെന്ന് കണ്ട് അനുവാദം വാങ്ങിച്ചിട്ടാണ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുക അല്ലേ? ആ കീഴ്വഴക്കം ഒന്ന് മാറ്റണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ എന്റെ കുര്യാപ്പള്ളി? അപ്പോ ഞാൻ അവിടെ ചെന്ന് അവനെ കാണണമല്ലയോ? അങ്ങനെയാന്നേ പറഞ്ഞയച്ചത്. അവൻ പാലാക്കാരൻ നായരാണെങ്കി ഞാൻ പണിക്കരാ. എന്താ കരുണ, എന്തിനാ നീ വന്നേ? ചേട്ടന്റെ കുളിപ്പരയുടെ അപ്പുറത്തുള്ള തെങ്ങ് ഞാനാ ചെത്തുന്നത്. ഇനിയിപ്പോ കിടപ്പുമുറിയുടെ അടുത്തുള്ള തെങ്ങും കൂടി ചോദിക്കാമെന്ന് കരുതി വന്നതാ. നീ തെങ്ങ് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ? ഈ വീട്ടിൽ കയറി വന്ന് ഞാനിപ്പോ ഒരു തെങ്ങല്ല ചോദിക്കേണ്ടത്, പക്ഷേ ഞാനിപ്പോ ഒരു തെങ്ങേ ചോദിക്കുന്നുള്ളൂ. നിനക്ക് ഏതൊക്കെ തെങ്ങാ ചെത്താൻ വേണ്ടത്? ഇപ്പൊ ഈ തെങ്ങ്, പിന്നെ ആ തെങ്ങ്, പിന്നെ തെങ്ങ്. തെങ്ങല്ലേ? ഈ തെങ്ങും ആ തെങ്ങും ചെത്താൻ കൊടുക്കാനുള്ളതാ. പക്ഷെ ഈ തെങ്ങുണ്ടല്ലോ, ഇത് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കാ. എടാ മോനെ, ഇങ്ങോട്ട് നോക്കേ, കാര്യം പറടാ, കാര്യം പറ. ഞാൻ തുറന്നു പറയാം. ഞാൻ മോളിക്കുട്ടിയെ കെട്ടാൻ ആഗ്രഹിക്കുന്നു. കുര്യാപ്പള്ളി ചേട്ടന് അതിൽ താല്പര്യം കാണില്ലെന്നറിയാം. പക്ഷേ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാനും മോളിക്കുട്ടിയും തമ്മിൽ കെട്ടും. അതുകൊണ്ടാണ് നേരായ വഴിയിൽ കൂടി ഞാൻ വന്നിരിക്കുന്നത്. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അയലത്തുകാർ കേൾക്കണ്ട. എപ്പോഴായാലും ഇത് അയലത്തര അറിയും, അല്ലെങ്കിൽ ഇവൻ അറിയിപ്പിക്കും. ഇതാ കർണ, എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ നീ ഈ ചെത്ത് ഉപേക്ഷിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ചു വരികയാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ മകളെ കെട്ടിച്ചു തരും. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. നീ ഞങ്ങളെ വീട്ടിനടുത്ത് തെങ്ങിയെത്താൻ വന്നപ്പോ എൻ്റെ മകളുമായി നീ പ്രേമത്തിലായി. ഇതുപോലെ നീ പലയിടത്തും ചെത്താൻ പോകുന്നല്ലേ, അവിടെയും പെൺകുട്ടികൾ കാണുമല്ലോ. നിന്റെ സ്വഭാവം അതല്ലേ. അപ്പോ എൻ്റെ മകളുടെ ഭാവി ഞാൻ നോക്കണ്ടേ? എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി ഞാൻ എന്തും ഉപേക്ഷിക്കും, എന്തും. എന്റെ ഇന്നത്തെ അന്തിച്ചത്ത് എന്റെ സമാപന ചെത്തായിരിക്കും. എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചെത്ത്. എന്റെ ഒരു അമ്മാവന്റെ മകൻ മദ്രാസിലുണ്ട്. കുറെ നാളായി ഒരു ജോലി ശരിയാക്കി വെച്ചിട്ട് അവൻ എന്നെ വിളിക്കുന്നു. വാടാ കരുണ, വാടാന്ന്. ഞാൻ മദ്രാസിലേക്ക് പോവുകയാണ്. എന്നിട്ട് നല്ലൊരു ജോലി സമ്പാദിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. എന്നിട്ട് ഈ വീട്ടുമുറ്റത്ത് വെച്ച് ഞാൻ എന്റെ ഫിഷ് മോളിയുടെ കഴുത്തിൽ താലി കെട്ടും. പുള്ളിയാണ് സത്യം, പള്ളിപ്പുറം പള്ളിയാണ് സത്യം. ഇതാര്? കരുണനോ? നോ, ഐ ആം കരുണദാസ്. നീ നിന്റെ പേരും മാറ്റിയോ? ചേട്ടനല്ലേ പറഞ്ഞ എന്റെ പഴയ തൊഴിൽ മാറ്റാൻ? മാറ്റി. ഒപ്പം ജാതിയും പുതിയ പേരും സ്വീകരിച്ചു.
കാരുണ്യദാസ്. എങ്ങനെയുണ്ട്? ചേട്ടൻ പറഞ്ഞാൽ എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി എന്റെ ഫാദറിനെയും മദറിനെയും വരെ ഞാൻ മാറ്റും. പുരിയില്ലേ? തേവയില്ലെന്ന് സൊല്ലും. Can you follow me? എടാ നീ ആളങ്ങ് മാറിപ്പോയല്ലോടെ കരണ. എടാ മദ്രാശിയിൽ നിനക്ക് എവിടെയാ ജോലി? റെയിൽവേയിൽ. റെയിൽവേയില്ലോ? ആമാ, yeah. റെയിൽവേയിൽ ഫുഡ് ഇൻസ്പെക്ടർ. നിന്റെ ചെത്ത് നിർത്താൻ ഞാൻ പറഞ്ഞത് എത്ര നന്നായി. നിനക്ക് നല്ലൊരു ജോലി കിട്ടിയില്ല? ആമാ. എടാ കരുണ, എടാ കരുണ, നീ അകത്തേക്ക് കയറിയിരിക്കും. മോളിക്കുട്ടിയെ വിളിക്കൂ. എനിക്ക് തിടുക്കമാകുന്നു. ഞാൻ 2 month ലീവ് എടുത്താണ് വന്നിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞാൽ അവളുമായിട്ട് എനിക്ക് മദ്രാസിലോട്ട് മടങ്ങണം. ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണം നടത്താൻ ഞാൻ താലിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി മടക്കം മോളിക്കുട്ടിയെ കൊണ്ട് മാത്രം. ഫാദറിലോ എന്തിനാണ് കരയുന്നത്? എന്താമോ ചോദിച്ചത്? നിയമപ്രകാരമുള്ള അച്ഛൻ എന്തിനാണ് കരയുന്നതെന്ന്. അവൾ നമ്മളെ ചതിച്ചു കരണ. എന്നെ കാണാത്ത ദുഃഖത്തിൽ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തോ? അതായിരുന്നു ഇതിലും ഭേദം. നിന്റെ ഒഴിവിലൂടെ ചേർത്താൻ വന്ന ഒരു രാമകൃഷ്ണനുമായിട്ട് അവൾ ഒളിച്ചോടിപ്പോയി. ഇപ്പൊ ചേട്ടന് മനസ്സിലായില്ലേ? അവൾക്കിഷ്ടം മൂളി കയറുന്നവനെ ആയിരുന്നു. താഴെ നിൽക്കുന്നവനെ അവൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. മോളിക്കുട്ടി, എന്റെ മോളിക്കുട്ടി, ഫിഷ് മോളി.